ക്രിസ്തുവിൽ മരിച്ചവർ, ക്രിസ്തുവിൽ വിശ്വസിച്ചവർ, ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവിൽ ഉയർത്തെഴുന്നേൽക്കും. ക്രിസ്തുവിൽ വിശ്വസിക്കാത്തൊരു പേടിക്കണ്ട കേട്ടോ, നിങ്ങൾക്കൊരു ഉയർപ്പുണ്ട്. ജീവസ്തുവിൽ പേരിലേക്ക് നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾക്കൊരു ഉയർപ്പുണ്ട്. അത് 1000 ആണ്ട് കഴിഞ്ഞിട്ടാണ്, അത് നേരെ തീപ്പൊരിക്കെ പോകാനും. എന്തായാലും ഉയർപ്പുണ്ട് അല്ല, അങ്ങനെയല്ലേ? എന്തായാലും ഉണ്ട്. എന്തുണ്ട്? ഉയർപ്പുണ്ട്. ജീവപുസ്തകത്തിൽ പേരുള്ളവൻ ഒന്നാമത്തെ ഉയർപ്പിൽ ഉയർക്കും. രണ്ടാമത്തെ അവസാനത്തെ ഉയർപ്പ് ജീവപുസ്തകത്തിൽ പേരില്ലാത്തവനാണ്. ആമേൻ. ആ ഉയർപ്പിനകത്തേക്ക് പോകാതെ ആരംഭത്തിലെ ഉയർപ്പിൽ നിങ്ങൾ പെടണമെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാകണം. ക്രിസ്തുവിനുള്ളവരാകണം. എങ്ങനെയാ ക്രിസ്തുവിനുള്ളവരാകുന്നത്? ക്രിസ്തുവിനുള്ളവരാകണമെങ്കിൽ ഞാൻ ഇപ്പൊ നിർത്താം. യേശു എന്റെ പാപങ്ങൾക്ക് പകരമായി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ചു. യേശുവേ, ഞാൻ നിന്നെ എന്റെ രക്ഷകനും കർത്താവായി സ്വീകരിക്കുന്നുവെന്ന് വാ കൊണ്ട് ഏറ്റു പറഞ്ഞാൽ നിന്റെ ജീവിതത്തെ കർത്തൃത്വം നടത്തുന്നവനായി യേശുവിന്റെ അകത്ത് വരും. ക്രിസ്തീയ ജീവിതം മതം മാറുന്നതല്ല, ക്രിസ്തീയ വേഷം മാറുന്നതല്ല. ഞാൻ ഇവിടെ വെള്ള ഡ്രസ് ഇട്ടാൻ നിൽക്കുന്നത് ഇത് ഈ ശുശ്രൂഷയുള്ള ബഹുമാനാർത്ഥം വന്നതാണ്. ഞാൻ വെള്ളം ഇട്ടതുകൊണ്ടോ മുഖം പഠിച്ചതുകൊണ്ടോ ഇതൊന്നുമല്ല ക്രിസ്തീയ ജീവിതം. ക്രിസ്തീയ ജീവിതം യേശു ക്രിസ്തു എന്റെ പാപങ്ങൾക്ക് പകരമായി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റുവെന്ന് വിശ്വസിച്ച് യേശുവിനെ കർത്താവ് രക്ഷകനായി സ്വീകരിക്കുമ്പോൾ അവൻ എന്റെ അകത്ത് ജീവിക്കുന്നതാണ്. ആ യേശു എന്റെ അകത്തുണ്ട്. ബൈബിൾ പറയുന്നു യേശു സ്വർഗത്തിൽ മാത്രമല്ല, അവൻ പുനരുത്ഥാന ശരീരത്തിൽ സ്വർഗത്തിൽ പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുമ്പോൾ ബൈബിൾ പറയുന്നു മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ അകത്ത് വസിക്കുകയാണ്. എത്ര പേർക്ക് ധൈര്യത്തോടെ പറയാൻ പറ്റും യേശു എന്റെ അകത്തുണ്ടെന്ന്? ഈ യേശു അകത്ത് വന്നവർ, ഈ യേശുവിനകത്ത് വന്നിരിക്കുന്നത് ആത്മാവായിട്ടാണ്. ത്രിയേകനായ ദൈവം അവൻ ആത്മാവാണ്. മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിന്റെ ആത്മാവ് ജീവിപ്പിക്കുന്ന ആത്മാവാണ്. നിങ്ങൾ എപ്പോഴാണ് യേശുവിനെ രക്ഷകനും കർത്താവ് സ്വീകരിക്കുന്നത്? അപ്പോൾ നിങ്ങളുടെ സ്പിരിറ്റിൽ കർത്താവുണ്ട്. നിങ്ങളുടെ അകത്ത് ദൈവത്തിന്റെ ആത്മാവ് വന്നിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ എപ്പോഴാണോ സ്നാനപ്പെടുന്നവർ, യേശു ക്രിസ്തു, ഞാൻ പറഞ്ഞ വാക്ക് ബൈബിളിലെ വാക്യങ്ങളാണ്. ഗലാത്യ ലേഖനം 3:25-26 പറയുന്നത് യേശു ക്രിസ്തു വിശ്വാസത്തിൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. അടുത്ത വാക്യം, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അതിൽ യഹൂദനില്ല, യവനനില്ല, ആണില്ല, പെണ്ണില്ല, ദാസനില്ല, സ്വതന്ത്രമില്ല, ക്രിസ്തുവിനുള്ളവരെങ്കിലോ. അപ്പൊ ക്രിസ്തുവിനുള്ളവർ ചെയ്യേണ്ട ഘടകമാണ് കർത്താവിന്റെ കൽപ്പനയാകുന്ന സ്നാനം എന്ന് പറയുന്നത്. സ്നാനം ഒരു മതത്തിൽ ചേരാൻ അല്ല കേട്ടോ. സ്നാനം യേശു ക്രിസ്തുവിന്റെ മരണ, അടക്ക, പുനരുത്ഥാനത്തിൽ പങ്കാളിയാകാനാണ്. ഞാൻ മതപ്രഭാഷകനല്ല, പക്ഷേ സത്യം തുറന്നു പറയാതിരിക്കാൻ പറ്റില്ല. ബാക്കി നിങ്ങൾ വായിച്ചു നോക്കണം. റോമാലേഖനം 6:4 നിങ്ങൾ സ്നാനപ്പെടുന്നത് ജീവന്റെ പുതുക്കത്തിൽ നടക്കാനാണ്. അവന്റെ ജീവന്റെ പുതുക്കത്തിൽ നടക്കണമെങ്കിൽ രക്ഷിക്കപ്പെട്ട പോരാ, നിങ്ങൾ സ്നാനപ്പെടണം. ബൈബിൾ പറഞ്ഞു റോമാലേഖനം 5:10 അവന്റെ പുത്രന്റെ മരണത്താൽ നമുക്ക് ദൈവത്തോട് നിരപ്പ് വന്നു. നിരന്ന ശേഷമോ നാം അവന്റെ ജീവനാൽ എത്രയധികമായി രക്ഷിക്കപ്പെടും. രക്ഷിക്കപ്പെട്ട വ്യക്തി യേശുവിന്റെ ജീവനാൽ രക്ഷിക്കപ്പെടുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. ഞാൻ അതൊന്നുകൂടെ പറയാം. യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവായി സ്വീകരിച്ച വ്യക്തി അവനെ സ്വീകരിച്ച് അവന്റെ ജീവനാൽ, അവന്റെ ആത്മാവിനാൽ അവന്റെ ജഡത്തെ, അവന്റെ പാപ സ്വഭാവത്തെ, അവന്റെ പഴയ പ്രകൃതിയെ, അവന്റെ സ്വയ സ്വഭാവത്തെ ജയിച്ച് യേശുവിനെ പോലെ ആകുന്ന ഒരു ശുദ്ധീകരണമകത്ത് മടങ്ങണം. അത് മടക്കുന്ന അവന്റെ ജീവനാലാണ്. അത് നടക്കണമെങ്കിൽ നിങ്ങൾ സ്നാനപ്പെട്ടേ പറ്റൂ. ഞാൻ പറഞ്ഞതല്ല. ഒരാളൊന്ന് വായിക്കാമോ? റോമാലേഖനം 6:4 വാക്യം. റോമാലേഖനം 6:4 വാക്യം പെട്ടെന്ന് വായിച്ചു. റോമാലേഖനം 6:4. അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളിയാകുവാൻ അവനോട് കൂടെ കുഴിച്ചിടപ്പെട്ടു. അടുത്തവർ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ഏൽക്കണം? സ്നാനം എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ പോയി മുക്കുന്ന പരിപാടിയല്ല. യേശു നമ്മുടെ പാപങ്ങൾക്ക് പകരമായി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു. അത് ഹൃദയം കൊണ്ട് വിശ്വസിച്ചവൻ കർത്താവിന്റെ മരണ, അടക്ക, പുനരുത്ഥാനത്തിൽ പങ്കാളിയാവുകയാണ്. അവൻ യേശുവിനോട് ചേരുകയാണ്. നല്ലൊരു കൂട്ടക്കാർക്കറിയില്ല യേശുവിനോട് എവിടെയാ ചേരുന്നത്. യേശുവിനോട് ചേരുന്നത് നിങ്ങളുടെ സ്പിരിറ്റിലാണ്.
വേശ്യയോട് പറ്റിച്ചേരുന്നവൻ അവനുമായിട്ട് ഏക ശരീരമാകുന്നു. കർത്താവിനോട് പറ്റിച്ചേരുന്നവൻ അവനുമായിട്ട് ഏക ആത്മാവാകുന്നു. ഇത് നടക്കുന്നത് ആത്മാവിലാണ്. ഇത് ആത്മാവിൽ നടക്കണമെങ്കിൽ നീ വെള്ളമാകുന്ന ശവക്കല്ലറക്കകത്തേക്ക് ഇറങ്ങി യേശുവിനെ രക്ഷകനും കർത്താവായി സ്വീകരിച്ച് അവനെ വിശ്വസിച്ച് നീ വെള്ളത്തിൽ സ്നാനപ്പെട്ടേ പറ്റൂ. ഞാൻ പറഞ്ഞ കർത്താവിന്റെ കൽപ്പനയാണ്. അങ്ങനെ സ്നാനപ്പെട്ടവൻ യേശു ഉയർത്തെഴുന്നേറ്റ് എങ്ങനെ ജീവിച്ചോ അങ്ങനെ അവൻ ജീവന്റെ പുതുക്കത്തിൽ മടക്കാൻ പടണം. ആരും പിണക്കില്ല, അവൻ ശക്തിയോടെ ആമേൻ പറയാൻ. ആരും വിഷമിക്കണ്ട, ആരും വിഷമിക്കണ്ട. ഞാൻ വാക്കുകൾ നിർത്തുകയാണ്. പക്ഷെ എനിക്കിത് പറയാതിരിക്കാൻ പറ്റില്ല. ജീവന്റെ പുതുക്കത്തിൽ നടക്കുന്നവന്റെ പേരാണ് ജീവപുസ്തകത്തിലുള്ളത്. അവരുടെ പുസ്തകമില്ലേ, ജീവന്റെ പുസ്തകം. ആ പുസ്തകത്തിൽ പേര് വേണമെങ്കിൽ നിങ്ങൾ യേശുവിൽ വിശ്വസിക്കണം. യേശുവിൽ വിശ്വസിച്ചാൽ നിങ്ങളുടെ അകത്ത് ജീവൻ ഉണ്ടാകുമെന്ന് 1 യോഹന്നാൻ 5:10 മുതൽ 13 വരെ പറയുന്നു. പുത്രൻ ഉള്ളവന് ജീവനുണ്ട്. അവൻ ജീവന്റെ പുതുക്കത്തിൽ മടക്കണം. എന്നിട്ട് നിങ്ങൾ ഈ ബൈബിൾ വായിക്കണം. ബൈബിളിനകത്ത് സങ്കീർത്തനവും സദൃശ്യവും മാത്രം വായിച്ച പോരാ, ഇതിനകത്ത് നീതിയുടെ വചനം ഭക്ഷിക്കണം. ബൈബിൾ പറയുന്നു, കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ ഏക നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. നിങ്ങൾ ഈ ഭൂമിയിൽ വാഴുന്നവരാണ്. നിങ്ങളുടെ ശരീരത്തിന് പാപത്തിന് വാടാനോ രോഗത്തിന് വാടാനോ തകർച്ചകൾക്ക് വാടാനുള്ളവല്ല നിങ്ങളുടെ ശരീരം. നിങ്ങളുടെ ശരീരത്തിൽ വാഴേണ്ടത് യേശുവിന്റെ ജീവനാണ്. ഉറച്ചു ആമേൻ പറയാമെങ്കിൽ പറഞ്ഞ കർത്താവിന് ഇത് അടക്ക ശുശ്രൂഷയാണെങ്കിലും ഇപ്പോൾ